ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു നിതീസ് കുക്ക് ആൻഡ് ജോയ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്താന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് അച്ചാറാണ്. കണ്ണൂരിലൊക്കെ ബിരിയാണിക്ക് ബീട്രൂട്ട് അച്ചാർ ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് മക്കളെ. അത്ര അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറാണിത്. ചിലരിത് ബീട്രൂട്ട് വേവിച്ചിട്ട് ഉണ്ടാക്കുക. ഞാനിത് ബീട്രൂട്ട് വേവിക്കാണ്ട് ഉണ്ടാക്കിയത്. ഞാനതുപോലെ ചെറിയ ആ ചിരകുന്നതിൻ്റെ ചെറിയ ഇതിലാണ് ചിരകിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വലുതിലും ചിരകാം. സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എരിവും ഉപ്പും ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിതിന് 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. അതെനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം, നോ വറീസ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം അച്ചാർ. നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോ കണ്ടിച്ചു തരാം. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും അതുപോലെ തന്നെ 2 വലിയ ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നല്ലപോലെ ക്ലീൻ ചെയ്ത്, അതായത് തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പം ഞാനിവിടെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ബീട്രൂട്ടിന് ഇത്രയും വലുപ്പമുള്ള 2 ക്യാരറ്റ് വേണം. അതായത് ഈ ഒരു ബീട്രൂട്ട് ചിരവി കഴിഞ്ഞാൽ നമുക്ക് 1 കപ്പ് ബീട്രൂട്ടാണ് കിട്ടുക. അതേപോലെ തന്നെ ക്യാരറ്റ് ചിരവിയാൽ 1.5 മുതൽ 2 കപ്പ് വരെ ക്യാരറ്റ് കിട്ടും. 1 കപ്പ് ബീട്രൂട്ടിന് നമുക്ക് 2 കപ്പ് ക്യാരറ്റ് വേണം. അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ നീരൊക്കെ നമ്മൾ പിഴിഞ്ഞ് കളയേണ്ടി വരും, അല്ലെങ്കിൽ എക്സ്ട്രാ ഡാർക്ക് കളർ വരും. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ പിഴിഞ്ഞ് കളയുന്നതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ക്യാരറ്റ് എടുത്തത്. ചില ആൾക്കാർ സെയിം അളവിലാണ് എടുക്കുക. അതുപോലെ ചിരകുന്നത് ഇതുപോലത്തെ ചെറിയ ആ ഒരു ഇതിൽ വേണം ചിരകി എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ അച്ചിലൂടെ ചിരകി എടുക്കുമ്പോഴാണ് കാണാനും നല്ല ഭംഗി. ഇതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് ചിരകി എടുക്കണം. ബീട്രൂട്ട് ആദ്യം ചിരകി ഇടുന്നുണ്ട് ഞാൻ. ബീട്രൂട്ട് ചിരകിയതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ ക്യാരറ്റും ചിരകി എടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു ഫുൾ ബീട്രൂട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 അളവിൽ നമുക്ക് ചിരകിയാൽ കിട്ടും. ഇനി അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും കൂടെ ചിരകി എടുക്കാം. 2 ക്യാരറ്റും മുഴുവനായിട്ട് നമ്മൾ ചിരകി എടുക്കണം. എന്നാൽ മാത്രമേ നല്ല രുചി ഉണ്ടാവുള്ളൂ. ബീട്രൂട്ട് അച്ചാർ എന്ന് പറയുകയാണെങ്കിലും ഇതിനകത്ത് ക്യാരറ്റ് തന്നെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് ക്യാരറ്റും ഞാൻ ഫുള്ളായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇനി അത് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നല്ല പോലെ ഒന്ന് മിക്സായി വരണം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്, വിനീഗറൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി കുത്തി വരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചെറുതായി ചോപ്പ് ചെയ്തെടുക്കാം. ഇന്ത്യൻ ഇഞ്ചിയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാനിവിടെ ഒരു 8 മുതൽ 10 പച്ചമുളക് വരെ ഉണ്ടാവും. ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എരിവ് കുറഞ്ഞ മുളകാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള മുളകായിരുന്നു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇന്ത്യൻ വെളുത്തുള്ളിയാണെങ്കിൽ 2 ബൾബ് എടുത്താൽ മതി. ഇത് ചൈനീസ് വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ 1 ബൾബാണ് എടുത്തത്. ഇന്ത്യൻ വെളുത്തുള്ളിയാണ് നല്ല രുചി തരുക ഈ അച്ചാറിന്. എൻ്റെ കയ്യിലത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചൈനീസ് വെളുത്തുള്ളി എടുത്തത്. അപ്പം അതുപോലെ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 200 ഗ്രാം ഡേറ്റ്സ് ആണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആവേണ്ട. ഞാൻ കുതിർക്കൊന്നും ചെയ്യുന്നില്ല വിനീഗറിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ഇതൊന്ന് കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും വിനീഗറിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ഇനി നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുരു കളഞ്ഞു വെച്ചിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി, അരഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടെടുത്താം. ഇതുപോലെ തരിതരിപ്പായിട്ട് കട്ടകളോടെ തന്നെ വേണം. നല്ല അരഞ്ഞ് പേസ്റ്റായി പോകാൻ പാടില്ല. ഇതിനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1/2 കപ്പ് കൂടെ വിനീഗർ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമുക്ക് എന്നിട്ട് ബീട്രൂട്ടിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ആദ്യം ചേർക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർക്കുന്നത്. പിക്കിൾ പൗഡർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഏത് പിക്കിൾ പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ടുള്ളത് അച്ചാർ, അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് കൂടെ വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട, ആദ്യം 1/4 കപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെയും കട്ടിയായിട്ട് തന്നെ ഇരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് ഒരു 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ബീട്രൂട്ടിലെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്നുകൂടെ ഒന്ന് സെറ്റാവും. അപ്പോഴേക്കും കുറച്ചുകൂടെ വെള്ളമൊക്കെ വരും. അതിനുശേഷം വേണമെങ്കിൽ എക്സസ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്നുകൂടി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്, അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മുടെ വിനീഗറിൻ്റെ പുളിയും ഡേറ്റ്സിൻ്റെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഞാനിവിടെ മൊത്തത്തിൽ ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോഴുള്ള ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കണം. അതുപോലെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല കറിവേപ്പില ഉണ്ടെങ്കിൽ അതും നല്ലപോലെ കഴുകി നല്ല വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 2 മണിക്കൂർ അടച്ചു വയ്ക്കാം. ഇനി നമുക്കൊരു ചെറിയ കടായിലേക്ക് ഒരു 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായ നല്ലെണ്ണ നമ്മൾ ഈ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറുമാണ്, ഇതൊരു പ്രിസർവേറ്റീവുമാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആ എണ്ണ എല്ലാ ഭാഗത്തും എത്തണം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രിസർവേറ്റീവും കൂടാണ്, അതുപോലെ തന്നെ ഈ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അടുത്ത ദിവസം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അടുത്ത ദിവസം ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസായി, ആ എരിവും ഉപ്പും മധുരവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസായി കിട്ടുന്നത്. അപ്പം നമുക്കിത് അടച്ചു വെച്ചിട്ട് നാളെ എടുക്കാം. ഇത് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചിട്ടുള്ള അച്ചാറാണ്. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡീപ്പ് റെഡ് കളർ വന്നിട്ടുണ്ട്. ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റും ഒക്കെ ബാലൻസ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളകോ എരിവ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മധുരം കുറവാണെങ്കിൽ ഡേറ്റ്സും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്തിട്ടോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് ഞാനിത് പുറത്ത് വയ്ക്കും. നാളെ മുതൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നുകൂടെ കുറച്ചധികം നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പുറത്താണ് വെക്കുന്നത് ഏകദേശം 1-1.5 ആഴ്ചയാകുമ്പോഴേക്കും ഇതിൻ്റെ കളറ് പിന്നെ ഒന്നുകൂടെ ഡാർക്കായിട്ട് ബ്രൗൺ കളർ ആവാൻ തുടങ്ങും. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നാൾ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ.